കൂൺ കൃഷി കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. കൂൺ കൃഷിയെയും അതിന്റെ മൂല്യവർദ്ധക സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്ത് 1 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ വരുമാനം നേടുന്ന കർഷകരുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന കൃഷി വകുപ്പ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന രാഷ്ട്രീയ വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ചേർത്തല കൂൺ ഗ്രാമം സമഗ്ര പദ്ധതിയുടെ ഉദ്ഘാടനം മുഹമ്മയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ കൂൺ പായസം, കൂൺ കട്ട്ലറ്റ്, കൂൺ കേക്ക്, കൂൺ സൂപ്പ് എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. ചേർത്തലയിൽ നടക്കുന്ന കരപ്പുറം ഫെസ്റ്റിൽ മില്ലറ്റ്, കൂൺ എന്നിവയുടെ ഭക്ഷ്യമേള സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇത്രമേൽ മെച്ചപ്പെട്ട ഒരു ഭക്ഷണ സാധനം നമുക്ക് ലഭ്യമാവുകയില്ല വേറെ. ഇതിനധികം നമുക്ക് കീടനാശിനി വളപ്രയോഗങ്ങളൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് വിഷരഹിതമായ ഗുണമേന്മയുള്ള ഒരു ഭക്ഷണമായി കൂണിനെ കണക്കാക്കുന്നുണ്ട്. മുഹമ്മയിലെ കൂൺ ഗ്രാമം, ചേർത്തല കൂൺ ഗ്രാമം പദ്ധതി നമ്മൾ മുഹമ്മയിൽ തുടങ്ങുന്നത് ഏതോ ഒരു പരിപാടി ഇങ്ങോട്ട് പോകുന്നു എന്നതിൽ കാണരുത്. നമുക്ക് ഇതിൻ്റെ കൃഷിക്കൂട്ടങ്ങളായി കൂൺ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വിൽപ്പന നടത്താൻ പറ്റും, കൂടുതൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീടുകളിലെ ചടങ്ങുകൾക്കുൾപ്പെടെ നമ്മൾ ഇതിനൊരു പാചകത്തിൻ്റെ പരിശീലനം കിട്ടുന്ന ആൾക്കാരുണ്ട് എങ്കിൽ നമുക്ക് കൂൺ കട്ട്ലറ്റും കൂൺ കേക്കും കൂൺ പായസവും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായി നമുക്ക് വിപണിയിൽ ഇറക്കാൻ പറ്റും. ചെറുതും വലുതുമായ നമ്മുടെ വീടുകളിൽ നടക്കാൻ ചടങ്ങുകൾക്ക് നമുക്കിതിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയി കേക്കുകളൊക്കെയാണ് എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പിടിയും പലർക്കും ഇല്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഗൗരവം കാണിക്കണം. ഗൗരവം കാണിക്കാതെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ രോഗങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് നമുക്ക് എത്തുകയാണ്. കൂൺ ഗ്രാമം എന്നുള്ളത് ഏറ്റവും വലിയൊരു പരിപാടിയായിട്ടാണ് കാണുന്നത്. ആ കൂൺ ഗ്രാമം നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാനും പറ്റും. ആ വരുമാനത്തിന് വേണ്ടി ഇതിനെ ഉപകരിക്കുന്ന തരത്തിലേക്ക് ഈ പദ്ധതി നമുക്ക് മാറ്റിക്കൊണ്ടു പോകണം. കൂൺ വൻകിട ഉൽപാദന യൂണിറ്റിന്റെ ഗുണഭോക്താവായ മുഹമ്മ ആര്യക്കര തോട്ടിറമ്പിൽ ഇന്ദുലേഖയുടെ കൂൺ ഉൽപാദന യൂണിറ്റിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. യൂണിറ്റുകളുടെ പ്രവർത്തനം, കൂൺ കൃഷിക്കൂട്ടങ്ങളുടെ രൂപീകരണ പ്രഖ്യാപനം, കൂൺ ഗ്രാമം പദ്ധതിയുടെ ലോഗോ പ്രകാശനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. കൂൺ കൃഷി സംരംഭകനായ മലപ്പുറം ഔഷധി മഷ്റൂം യൂണിറ്റ് ഉടമ AK ജഷീർ യോഗത്തിൽ പങ്കെടുത്തു. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റജി, മറ്റു ജനപ്രതിനിധികൾ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C അമ്പിളി, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജ ഈപ്പൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പദ്ധതിയിൽ അംഗങ്ങളാകുന്ന കർഷകർക്ക് പരിശീലനം കൃഷി വകുപ്പ് മുഖേന നൽകും. ഒരു ബ്ലോക്കിൽ 100 ചെറുകിട യൂണിറ്റുകൾ, 2 വൻകിട യൂണിറ്റുകൾ, 3 പ്രിസർവേഷൻ യൂണിറ്റുകൾ, 2 പാക്ക് ഹൗസുകൾ, 10 കമ്പോസ്റ്റ് യൂണിറ്റുകൾ, 1 സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയാണ് അനുവദിക്കുക. ചെറുകിട കൂൺ ഉൽപാദക യൂണിറ്റുകൾക്ക് 11,250 രൂപ, വൻകിട കൂൺ ഉൽപാദക യൂണിറ്റുകൾക്ക് 2 ലക്ഷം രൂപ, പാക്ക് ഹൗസുകൾക്ക് 2 ലക്ഷം രൂപ തുടങ്ങിയ രീതിയിൽ സബ്സിഡിയും ലഭിക്കും. കൂൺ ഗ്രാമം പദ്ധതിയിലേക്ക് ജില്ലയിലെ ചെങ്ങന്നൂരിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. നെൽകാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നെൽകർഷക സംരക്ഷണ സമിതി നേതാക്കൾ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നു. ആവശ്യങ്ങൾ അംഗീകരിച്ച് സത്യാഗ്രഹികളുടെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് കർഷകർ മാർച്ച് നടത്തി. വേലിയേറ്റം തടയാൻ തണ്ണീർമുക്കം ബണ്ട് റെഗുലേറ്റ് ചെയ്യുക, 4 വർഷങ്ങളിലായി കേന്ദ്ര സർക്കാർ നൽകിയ MSP അടക്കം കിലോയ്ക്ക് 32 രൂപ 52 പൈസ വില നൽകുക, ഹാൻഡ്ലിംഗ് ചാർജ് സമ്പൂർണ്ണമായും സർക്കാർ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന നേതാക്കളായ സോണിച്ചൻ പുളിങ്ങുന്ന്, ലാലിച്ചൻ പള്ളിവാതുക്കൽ എന്നിവരാണ് കഴിഞ്ഞ 4 ദിവസമായി കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരം നടത്തുന്നത്. ആവശ്യങ്ങൾ അംഗീകരിച്ച് സത്യാഗ്രഹികളുടെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിലേക്ക് നടത്തിയ കർഷക മാർച്ച് NKSS സംസ്ഥാന പ്രസിഡന്റ് റജീന അഷറഫ് ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര ഭദ്രാസനാധിപൻ ജോഷുവ മാർ ഇഗ്നാത്യോസ് മുഖ്യപ്രസംഗം നടത്തി. NKSS വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ അധ്യക്ഷനായിരുന്നു. രക്ഷാധികാരി VJ ലാലി കർഷക മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈസ് പ്രസിഡന്റ് വേലായുധൻ നായർ, ഷാജി മുടന്നാഞ്ചേരി, ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തോമസ് ജോസഫ് ഇല്ലിക്കൽ, BJP നേതാവ് പ്രസന്നകുമാർ, കരിമണൽ ഖനന വിരുദ്ധ സമരസമിതി നേതാവ് സുരേഷ് കുമാർ തോട്ടപ്പള്ളി, NKSS ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തണ്ണീർമുക്കം ബണ്ടിന്റെ 50% ഷട്ടറുകൾ പ്രവർത്തന സജ്ജമാക്കി റെഗുലേഷൻ കാര്യക്ഷമമാക്കണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു.
ഷട്ടറുകൾ ക്രമീകരിക്കുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. ആകെ 90 ഷട്ടറുകളുള്ള തണ്ണീർമുക്കം ബണ്ടിൽ നിലവിൽ 28 ഷട്ടറുകൾ മാത്രമേ വേലിയേറ്റ വേലിയിറക്കവുമായി ബന്ധപ്പെട്ടുള്ള ജലക്രമീകരണങ്ങൾക്കായി റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. 17 ഷട്ടറുകൾ കൂടി പ്രവർത്തന സജ്ജമാക്കി ആകെ ഷട്ടറുകളുടെ എണ്ണം 50% എത്തിക്കണം. റെഗുലേഷൻ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ഇറിഗേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. തണ്ണീർമുക്കം ബണ്ടിന്റെ ഉപദേശക സമിതി യോഗം ഡിസംബർ 7 രാവിലെ 11 മണിക്ക് ചേരാനും യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ ADM ആശാ സി എബ്രഹാം, വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ, തഹസിൽദാർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കാത്തുകാത്തിരുന്ന് മികച്ചൊരു റോഡ് കിട്ടിയെങ്കിലും അപകടങ്ങൾ വർദ്ധിച്ചതോടെ വെട്ടിലായിരിക്കുകയാണ് കൈനകരിക്കാർ. കൈനകരി ബേക്കറി പാലം മുതൽ LC ബോട്ട് ജെട്ടി വരെയുള്ള റോഡിലാണ് അപകടങ്ങൾ പതിയിരിക്കുന്നത്. അപകടം ഒഴിവാക്കാൻ സ്വന്തം നിലയിൽ റോഡിന്റെ വശങ്ങൾ മണ്ണിട്ടുയർത്തുകയാണ് പ്രദേശവാസികൾ ഇപ്പോൾ. കൈനകരി ബേക്കറി പാലം മുതൽ LC ബോട്ട് ജെട്ടി വരെയുള്ള ഏകദേശം 2 കിലോമീറ്റർ റോഡ് മികച്ച രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ചതാണ്. കോടികൾ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത റോഡിന്റെ ഇരുവശങ്ങളും മണ്ണിട്ടുയർത്താത്തതാണ് അപകടക്കെണിയൊരുക്കുന്നത്. കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ കുത്തനെ നിൽക്കുന്നതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. 2 വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ അപകടം ഉറപ്പ്. കുട്ടമംഗലം ഗവൺമെന്റ് LP സ്കൂളിന് സമീപവും മറ്റു പലയിടങ്ങളിലും കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ അപകടങ്ങൾ തുടർക്കഥയായതോടെയാണ് പ്രദേശവാസികൾ സ്വന്തം നിലയിൽ വശങ്ങൾ മണ്ണിട്ടുയർത്താൻ തീരുമാനിച്ചത്. പുളിമ്പറമ്പ് ശശികുട്ടന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ചേർന്ന് ഇതിനോടകം 4000 രൂപ പ്രകാരം 6 ലോഡ് മണ്ണ് അപകട മേഖലകളിൽ ഇറക്കി. അപ്പോൾ ഒരു വണ്ടി സൈഡ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് നമുക്കിത് കിട്ടിയത്. അതിൽ വളരെ സന്തോഷമുണ്ട് ഇത്രയും വലിയ റോഡ് കിട്ടിയതിനകത്ത്. പക്ഷേ പ്രയോജനപ്പെടുന്നില്ല. ഒരു വണ്ടി സൈഡ് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഒരു എളിയ ബുദ്ധിയിൽ തോന്നിയത് എൻ്റെ സുഹൃത്തുക്കളോടും എന്നോട് സഹകരിക്കുന്നവരും കൂടി ചേർന്നുകൊണ്ട് ചെറിയൊരു പിരിവ് നടത്തി. അത് തികഞ്ഞില്ല. എനിക്ക് ഒരുപാട് ബാധ്യതയുണ്ട് ഇതിനകത്ത്. ഇതങ്ങ് ഫില്ല് ചെയ്ത് ആ ഒരു കേട് മാറ്റാമെന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്കുള്ള സ്ഥലങ്ങളിൽ കല്ല് കെട്ടിയും ഗ്രാവൽ ഇറക്കിയും ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നന്മയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ വഴിയിൽ തന്നെ വില്ലേജ് ഓഫീസിന് മുൻവശത്തായി 5 മീറ്ററോളം ഭാഗം ഒഴിവാക്കിയാണ് കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയത്. രാത്രിയിൽ ഇവിടെ വീണ് ഇരുചക്ര വാഹനയാത്രക്കാരന്റെ കാലൊടിഞ്ഞതും അടുത്തിടെയാണ്. റോഡിന്റെ വശങ്ങളിലേക്ക് തെന്നി വീണുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ മണ്ണിട്ടുയർത്തുന്ന പ്രവൃത്തിക്ക് സഹായം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കുട്ടനാട്ടിൽ നിർമ്മിക്കുന്ന റോഡുകൾക്ക് ഇരുവശങ്ങളിലും നിർമ്മാണ വേളയിൽ മണ്ണിട്ടുയർത്തുന്നില്ലെന്ന ആരോപണം ശക്തമാണ്. റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ് അപകടങ്ങൾ തുടർക്കഥയാവുന്ന വേളയിൽ അധികാരികളോ നാട്ടുകാർ തന്നെയോ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപകടം ഒഴിവാക്കാൻ നിർമ്മാണ വേളയിൽ തന്നെ ഇരുവശങ്ങളിലും മണ്ണിട്ടുയർത്തുക കൂടി ചെയ്യണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കൈനകരി തോട്ടുവാത്തൽ 1437 നമ്പർ സർവീസ് സഹകരണ ബാങ്കിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഹകരണ സംരക്ഷണ മുന്നണി മത്സരിച്ച 8 സീറ്റിലും വിജയിച്ചാണ് LDF-ൽ നിന്നും തോട്ടുവാത്തല സർവീസ് സഹകരണ ബാങ്ക് പിടിച്ചെടുത്തത്. കഴിഞ്ഞ 35 വർഷം LDF ഭരിച്ചിരുന്ന സഹകരണ സംഘമാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയ സഹകരണ സംരക്ഷണ മുന്നണി പിടിച്ചെടുത്തത്. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് പുതിയ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ബാങ്ക് പ്രസിഡന്റായി SD രവിയെ തിരഞ്ഞെടുത്തു. തുടർന്ന് നടന്ന അനുമോദന യോഗം DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൈനകരിയിലെ 4 ബാങ്കുകളിൽ നിന്ന് ഭരണത്തിലിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വമുള്ള മുന്നണിയാണ്. 2 പ്രസിഡന്റുമാരുമുണ്ട്. ആറ്റുവാത്തലയുടെ പ്രസിഡന്റ് സിംചൻ ചേട്ടനുണ്ട്. ഇപ്പോൾ തോട്ടുവാത്തലയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള രവിചേട്ടനുമുണ്ട്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ഒരു കോട്ടയായി വെച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഒന്നൊന്നായിട്ട് പൊടിഞ്ഞു വീണുകൊണ്ടിരിക്കുക. ദേശീയ തലത്തിൽ അവർക്ക് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ പറഞ്ഞു 5 വർഷക്കാലം ഇവിടുത്തെ തോട്ടുവാത്തല ഭരിച്ചതുപോലെ 35 വർഷക്കാലം ഭരിച്ച ബംഗാളിലൊക്കെ ഇപ്പോൾ അവർ അനിസ്പ്രയായി മാറി. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള രീതിയിലേക്ക് മാറി. കേരളത്തിലെമ്പാടും അവരുടെ കോട്ട, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട കൊത്തളങ്ങളെല്ലാം തകർന്നു. ഇന്ന് കൈനകരി മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ ഉള്ളതിന്റെ പേരിലാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അണിനിരക്കുന്നത്. അനുമോദന യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് D ജോസഫ് അധ്യക്ഷനായിരുന്നു. സഹകരണ സംരക്ഷണ മുന്നണി ചെയർമാൻ PN രവീന്ദ്രൻ, കൺവീനർ K സുധാകരൻ, രക്ഷാധികാരികളായ D ലോനപ്പൻ, സന്തോഷ് പട്ടണം,
മധു സി കുളങ്ങര, നോബിൻ ബി ജോൺ, സിബിച്ചൻ കാളാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭരണസമിതി അംഗങ്ങൾ മറുപടി പ്രസംഗം നടത്തി. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങളുടെ അവകാശങ്ങൾക്കായി ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. വയോജന സംഖ്യ വർധനവിനനുസരിച്ച് അവരെ സംരക്ഷിക്കാനും സഹായിക്കാനും സർക്കാർ തലത്തിൽ മികച്ച ആസൂത്രണവും പദ്ധതികളും ആവശ്യമാണെന്ന് നേതാക്കൾ. മറ്റൊരു സാമ്പത്തിക ആനുകൂല്യവും ലഭിക്കാത്ത വയോജനങ്ങൾക്ക് കുടുംബ വരുമാനം നോക്കാതെ പെൻഷൻ അനുവദിക്കുക, വയോജന പെൻഷൻ 5000 രൂപയാക്കുക, കേന്ദ്ര പെൻഷൻ വിഹിതം 200 രൂപയിൽ നിന്ന് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയും വേഗം വിതരണം ചെയ്യുക, റെയിൽവേ യാത്രാക്കൂലി ഇളവ് പുനഃസ്ഥാപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കളക്ടറേറ്റ് ധർണ. വ്യാഴാഴ്ച രാവിലെ 10-ന് ആരംഭിച്ച സമരപരിപാടി AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV സത്യനേശൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർദ്ധക്യത്തിൽ കഴിയുന്നവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ബൃഹത്തായ പദ്ധതി രൂപീകരിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കണമെന്നാണ്. പക്ഷേ അത്ര നിലപാട് സ്വീകരിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ജൂണിൽ 111ാമത്തെ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു അവരുടെ ചെയ്തേ മതിയാകും. അവരുടെ ആരോഗ്യ പരീക്ഷ, അവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, അവരുടെ മാർഗത്തിന്റെ കാര്യത്തിൽ, അവരുടെ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ, അവരുടെ പുസ്തകം അംഗീകരിക്കപ്പെട്ട കാര്യത്തിൽ ഒക്കെ ചെയ്യുന്നതോടെ സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് TR ബാഹുലേയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് C വാമദേവ്, സംസ്ഥാന കമ്മിറ്റി അംഗം CS സച്ചിത്, പ്യാരിലാൽ, VR സാബു, C ജയകുമാരി എന്നിവർ സംസാരിച്ചു. CPIM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. വെള്ളി ശനി ദിവസങ്ങളിലായി പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. പുഷ്പാർച്ചനയ്ക്കും പതാക ഉയർത്തലിനും ശേഷം വെള്ളിയാഴ്ച രാവിലെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനം നടക്കുന്ന ഈ കാലഘട്ടം നിങ്ങൾക്കറിയാം. സാമൂഹ്യ രംഗത്ത് ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഒട്ടേറെ സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്നതിൻ്റെ 107ാം വർഷം കഴിഞ്ഞ നവംബർ മാസം 7-ാം തീയതി നമ്മൾ ആ ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സോവിയറ്റ് യൂണിയന്റെ 107ാം വർഷം നമ്മുടെ പാർട്ടിയും വളരെ കൃത്യമായി അതിനെ സംബന്ധിച്ച് നിശ്ചയിക്കുകയുണ്ടായി. 10 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള 100 പ്രതിനിധികളും 20 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 120 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏരിയ സെക്രട്ടറി A ഓമനക്കുട്ടൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പൊതുചർച്ച. പ്രതിനിധി സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ, CPIM ജില്ലാ സെക്രട്ടറി R നാസർ, സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് K പ്രസാദ്, G രാജമ്മ, MLA-മാരായ H സലാം, PP ചിത്തരഞ്ജൻ, ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് R രാഹുൽ എന്നിവർ പങ്കെടുക്കും. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ പ്രതിനിധി സമ്മേളനം തുടരും. ചർച്ചയ്ക്കുള്ള മറുപടിക്ക് ശേഷം പുതിയ ഏരിയ കമ്മിറ്റിയെയും സെക്രട്ടറിയെയും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുക്കും. വൈകിട്ട് 4-ന് അറവുകാട് ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തെ കണ്ണമ്പള്ളി ജംഗ്ഷനിൽ നിന്നും പൊതുസമ്മേളന നഗറായ പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് തെക്കുവശത്തെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലേക്ക് റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും നടക്കും. തുടർന്ന് 5 മണിക്ക് ചേരുന്ന പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ H സലാം MLA അധ്യക്ഷനാകും. ജില്ലാ പഞ്ചായത്തും ആലപ്പുഴ വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തുന്ന കുട്ടികളുടെ സഹവാസ ക്യാമ്പിന് അമ്പലപ്പുഴ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ചു. നാഴി വെളിച്ചം എന്ന പേരിലാണ് 2 ദിവസം ക്യാമ്പ് നടക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് അക്കാദമിക പ്രവർത്തനങ്ങളിൽ സവിശേഷ പിന്തുണ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്കായി ഒരു സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് R റിയാസ്, P അഞ്ജു, ജോൺ തോമസ്, ഹേമലത മോഹൻ, V ഉത്തമൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഹനീഷ്യ, VHSC പ്രിൻസിപ്പൽ മേരി ഷീബ എന്നിവർ സംസാരിച്ചു. തോമസ് കറിയ, അശോക് കുമാർ, ജ്യോതികുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് പരിപാടികൾ നടന്നുവരുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലെ 80 കുട്ടികളെയാണ് ക്യാമ്പിനായി തെരഞ്ഞെടുത്തത്. മണ്ഡലകാലം ആരംഭിച്ച് 14 ദിവസം പിന്നിടുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭക്തജന തിരക്ക് വർദ്ധിച്ചിട്ടും സുഗമമായ ദർശനം ഉറപ്പാക്കാനായത് നേട്ടമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്. വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സംയുക്ത പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇതിന് കാരണമായതെന്നും സന്നിധാനം കോൺഫറൻസ് ഹാളിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 10
10 ലക്ഷത്തിലധികം ഭക്തരാണ് സീസൺ ആരംഭിച്ചതിനു ശേഷം ശബരിമലയിലെത്തിയത്. ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെട്ടത് വ്യാഴാഴ്ചയായിരുന്നു. 87,999 പേരാണ് ഈ ദിവസം ദർശനത്തിനെത്തിയത്. കഴിഞ്ഞ മണ്ഡലകാലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആദ്യത്തെ 12 ദിവസത്തെ കണക്കുകളനുസരിച്ച് 15,89,12,575 രൂപയുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. 5,53,922 പേരാണ് കഴിഞ്ഞ പ്രാവശ്യം 12 ദിവസം പൂർത്തിയായിട്ട് വന്ന ആളുകളുടെ എണ്ണം. ഇപ്രാവശ്യം അത് 9,13,437 ആണ്. 9,13,437 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യം 3,59,515 പേർ അധികമായി വന്നു. 12 ദിവസത്തെ 3,59,515 പേർ അധികമായി വന്നു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 3,50,000 പേർ അധികം വന്നു. അപ്പോഴും നമുക്ക് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് തന്നെ സംതൃപ്തിയോടുകൂടി ഭക്തർ ശബരിമലയിൽ നിന്ന് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. പമ്പാ നദിയിലെ തുണി ഉപേക്ഷിക്കൽ, മാളികപ്പുറത്തെ തേങ്ങ ഉരുട്ടൽ തുടങ്ങിയവ ശബരിമല ആചാരങ്ങളുടെ ഭാഗമല്ലെന്ന് തന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഭക്തജനങ്ങൾക്കിടയിൽ പരമാവധി ബോധവൽക്കരണം നടത്തുന്നതിനാണ് ബോർഡിന്റെ ശ്രമം. മാളികപ്പുറത്തടക്കം ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കും. കേരളത്തിനകത്തും പുറത്തുമുള്ള ഗുരുസ്വാമിമാർക്ക് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകും. വെർച്വൽ ക്യൂ വിജയകരമായാണ് നടപ്പാക്കുന്നത്. സ്പോട്ട് ബുക്കിംഗിൽ പരമാവധി ഭക്തരെ കടത്തിവിടുന്നതിനായി പമ്പയിൽ മാത്രം 8 കൗണ്ടറുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഭക്തർ തങ്ങളുടെ ആധാർ കാർഡ് മാത്രം കയ്യിൽ കരുതിയാൽ മതിയാകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം ഡിസംബർ അവസാന വാരം നടത്താൻ ബോർഡ് ആലോചിക്കുന്നുണ്ടെന്നും ആചാരങ്ങൾ സംബന്ധിച്ച് പ്രചാരണം സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എ അജികുമാർ, ജി സുന്ദരേശൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാന്നാർ കേര ഗ്രാമപഞ്ചായത്ത് തല സമിതി രൂപീകരിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ നാളികേര കൃഷി പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമിതി രൂപീകരിച്ചത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, മാന്നാർ ഗ്രാമപഞ്ചായത്ത്, മാന്നാർ കൃഷിഭവൻ, കാർഷിക വികസന സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വർഷം മുതൽ കേരഗ്രാമം പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള പഞ്ചായത്ത് തല സമിതിയാണ് രൂപീകരിച്ചത്. മാന്നാർ പഞ്ചായത്ത് ഹാളിൽ നടന്ന രൂപീകരണ യോഗം പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. വാർഡിലെ ജനങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഈ ഒരു വലിയ പദ്ധതിയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ എല്ലാവരും വളരെ ആവേശത്തോടു കൂടി. വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. കൃഷി ഓഫീസർ പി സി ഹരികുമാർ പദ്ധതി അവതരിപ്പിച്ചു. അതിന്റെ ഒരു ഘടന വന്നേക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സർക്കാർ നിർദ്ദേശം കിട്ടിയോടെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും അതിനുശേഷം നമ്മുടെ അടുത്ത മാസത്തെ കാർഷിക വികസന സമിതിയിൽ കഴിഞ്ഞ മാസത്തെ കാർഷിക വികസന സമിതിയിൽ അവതരിപ്പിച്ചതിന് ശേഷം ആണ് പഞ്ചായത്തിലെ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി ഓരോ വാർഡിലും ഇത് കൂടേണ്ട ഷെഡ്യൂളും വെനും ടൈമും തയ്യാറാക്കിയതിന് ശേഷം ആ രീതിയിൽ കൂടിയതിന് ശേഷമുള്ള അംഗങ്ങളും കമ്മിറ്റി അംഗങ്ങളും അതുപോലെ കൺവീനർമാരും ആണ് വന്നിരിക്കുന്നത്. നമ്മളെ ഏത് പദ്ധതി ആയാലും പഞ്ചായത്ത് തലത്തിൽ കാർഷിക പദ്ധതികൾ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ തന്നെ കാർഷിക വികസന സമിതി അംഗങ്ങളും ഒത്തൊരുമിച്ച് സംയുക്തമായി ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ സർക്കാർ നിർദ്ദേശമുണ്ട്. കാരണം പ്രധാനപ്പെട്ട നമ്മുടെ ചിങ്ങമെന്ന് പദ്ധതി അതുപോലെ തന്നെ നമ്മുടെ ഓണസമിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മളിവിടെ നമ്മുടെ ജനപ്രതിനിധികളുടെ അതുപോലെ തന്നെ കാർഷിക വികസന സമിതി അംഗങ്ങളുടെ സംയുക്തമായുള്ള യോഗത്തിലാണ് അതിന്റെ തീരുമാനം എടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പ്രാവശ്യത്തെ ഈ കാർഷിക വികസന സമിതി യോഗവും അതുപോലെ തന്നെ മാന്നാർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ്, കാർഷിക വികസന സമിതി അംഗങ്ങൾ, വാർഡ് തല കൺവീനർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കെ വി മുരളീധരൻ നായർ പ്രസിഡന്റും വർഗീസ് മാത്യു സെക്രട്ടറിയുമായുള്ള കേര സമിതിയാണ് രൂപീകരിച്ചത്. ബുധനൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് 19 മെറ്റൽ ട്രോളികൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പുഷ്പലത മധു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി രാമകൃഷ്ണൻ, ഭരണസമിതി അംഗങ്ങളായ ജി മോഹനൻ, ശോഭ മഹേശൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജി മനോജ്, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത ആർ നായർ, വിഇഒ ശിവനേശ്, IRTC കോർഡിനേറ്റർ ആര്യ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു.
താഴത്തങ്ങാടിക്കും കൈനകരിക്കും ശേഷം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സര വള്ളംകളി ചെങ്ങന്നൂർ പാണ്ടനാട് മിത്രമഠം നെട്ടായത്തിൽ ശനിയാഴ്ച നടക്കും. 9 ചുണ്ടൻ വള്ളങ്ങളാണ് 3ാം CBLൽ മാറ്റുരയ്ക്കുന്നത്. ഉച്ചയ്ക്ക് 1-ന് മന്ത്രി പി പ്രസാദ് മത്സര വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. കൊടിക്കുന്നിൽ സുരേഷ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുക്കും. 9 ചുണ്ടൻ വള്ളങ്ങളാണ് 3ാം CBL മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. മത്സരവള്ളംകളിയുടെ തത്സമയ ദൃശ്യങ്ങൾ ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ KCB 32 നമ്പർ സ്മാർട്ട് ചാനലിലും കുട്ടനാട് കേബിൾ വിഷൻ എന്ന യൂട്യൂബ് ചാനലിലും സംപ്രേഷണം ചെയ്യും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.